ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനൊരു ലഞ്ച് റെസിപ്പിക്ക് തക്കാളി കറി കാണിച്ചിരുന്നു. അതേപോലെ ഇന്ന് ലഞ്ചിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ പൊടി മാസ് അല്ലെങ്കിൽ ഒരു പൊട്ടാറ്റോ തോരനാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഉരുളക്കിഴങ്ങ് പൊടിമാസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ഉരുളക്കിഴങ്ങ് ഒരു 3 മീഡിയം ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, കായം, കടുക്, ജീരകം, മല്ലിയില അരിഞ്ഞത്, ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില, ഒരു ചെറിയ കഷ്ണം നാരങ്ങ, പിന്നെ തേങ്ങ ചിരകിയത്. ഇതുകൂടാതെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം ആവശ്യത്തിന് ഉപയോഗിക്കാൻ, പിന്നെ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചത്. പാനോ ചീഞ്ചട്ടിയോ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് കടുകും ജീരകവും. കടുകും ജീരകവും ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ. കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ചേർക്കാം. എന്നിട്ട് അതൊന്ന് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഉഴുന്നും കടലപ്പരിപ്പും ഒന്ന് ചോർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കായപ്പൊടി ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ഞാനൊന്ന് പൊട്ടിച്ചിടാണ്. ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഒരു മിനിറ്റ് നേരത്തിന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് പൊടിച്ച് അല്ലെങ്കിൽ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് സവാള അരിഞ്ഞതും ചേർക്കാം. അപ്പോൾ കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റ് ആവും. പക്ഷെ അത് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു ഉരുളക്കിഴങ്ങ് തോരൻ പോലെയാണ്. ഉപ്പ് നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിയില അരിഞ്ഞു വെച്ചത്, തേങ്ങ ചിരകിയത്, തേങ്ങ വളരെ കുറച്ചേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തത് കൊണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള അത്ര സമയം വേണ്ടുള്ളൂ. ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് നാരങ്ങ പിഴിയാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് സാമ്പാറിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചിന് ചോറ്, സാമ്പാറും ഉരുളക്കിഴങ്ങ് പൊടിമാസുമാണ്. അപ്പോൾ പൊട്ടാറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് പൊടിമാസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ പൊടിമാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.